വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് എത്താൻ പോകുന്ന 7 നക്ഷത്ര ജാതകർ. 27 നക്ഷത്രങ്ങളിൽ ഈ 7 നക്ഷത്ര ജാതകരുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ അവരിൽ ഒരാളാണോ? ഇന്നത്തെ വീഡിയോ ഒറ്റ സെക്കൻഡും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് നക്ഷത്രത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉയർത്തും എന്നതിൻ്റെ തെളിവാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വട്ടപൂജ്യത്തിൽ നിന്നുയർന്ന് കോടികളുടെ രാജപാതയിലേക്ക് പോകുന്ന 7 ഭാഗ്യ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. കുടുംബൈശ്വര്യത്തിനും ഐരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ്, പൂജ ചെയ്യുന്നതാണ്. നാളെ ഞായറാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടാകും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിതെല്ലാം എഴുതിയെടുക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ സമയമാണ് ഇനി വന്നെത്താൻ പോകുന്നത്. ശനി, ഗുരു, ചന്ദ്രൻ ഈ 3 ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള സംക്രമണമാണ് ചില നക്ഷത്രങ്ങൾക്കായി ദൈവയോഗം അല്ലെങ്കിൽ രാജകീയമായി ജീവിക്കാനുള്ളൊരു യോഗം അവരിൽ വന്നു ചേരുന്നത്. ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ ധനയോഗം, രാജയോഗം, ഗുരുവിൻ്റെ അനുഗ്രഹം എന്നിവ ലഭിക്കുന്ന ശക്തമായ സ്ഥാനത്തിലാണ്. പഴയ കഷ്ടപ്പാടുകൾ, കടങ്ങൾ, നൈരാശ്യം എല്ലാം പിന്നിൽ പോകുന്ന സമയം. ഇപ്പോൾ ഉയർച്ചയിലെത്തുന്ന സമയമാണ് ഈ 7 നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുരിത ദുഃഖങ്ങളും, എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് ഈ 7 നക്ഷത്ര ജാതകർ എത്തുമെന്ന്. ഇവരുടെ ഭാഗ്യസമയമാണ്, ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ്, ഐശ്വര്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്കറിയാം വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് എത്തുന്ന 7 നക്ഷത്ര ജാതകരെ കുറിച്ച്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് പുതിയ ധനസാധ്യതകൾ തുറക്കുകയാണ്. അതായത് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുരിത ദുഃഖങ്ങളും 2025 അവസാനിച്ച് വലിയ ധനസാധ്യതകൾ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു, കിട്ടാനുള്ള ധനമൊക്കെ കിട്ടുന്നു, പുതിയ ഡീലുകൾ ഇവർ തുറക്കപ്പെടും. അതുപോലെ ഇവർക്ക് ഒരുപാട് ധനം വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. വ്യാഴം അനുകൂലമായി വരുന്നു, ആളുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഇവർ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വീട്ടിൽ പൂജാമുറിയിൽ ദീപം കത്തിച്ച് ഒരു 5 മിനിറ്റ് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. അതിവർക്ക് സർവൈശ്വര്യം നൽകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അങ്ങനെ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നക്ഷത്ര ജാതകരെ നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, ഭരണി നക്ഷത്രമാണ്. ഇവർ ചെയ്യുന്ന കഠിന പ്രയത്നത്തിന്, എത്ര വലിയ കഠിന പ്രയത്നമാണെങ്കിലും അതിനൊക്കെ ഫലം കിട്ടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഭൂമി, വാഹനം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഗുണകരമാകുന്ന സമയം തന്നെയാണ്. വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരുക, തടസ്സങ്ങൾ വന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറുന്നു. അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭരണി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം.
വിദേശത്ത് പോകാനുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു. വിദേശത്ത് പഠിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. മക്കളാൽ അമ്മമാർക്ക് ഒരുപാട് ഗുണം ലഭിക്കുന്നു. അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. ശിവക്ഷേത്രത്തിൽ പോവുക, അവിടെ ധാര, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രത്തെ നമുക്കറിയാം, അത് മറ്റാരുമല്ല, അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം, വലിയൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഒരു ജോലി ലഭിക്കുന്ന സമയം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയം, അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ നിന്നും വലിയ വരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള യോഗം, അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർക്ക് ശരിക്കും കോടീശ്വര യോഗമാണ് 2026 അനുഭവത്തിൽ വരുന്നത്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ശിവനെ പ്രാർത്ഥിക്കുക. അത് വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സമയമാണ്. അവരുടെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലിലൊക്കെ ഏർപ്പെടുന്നവരാണ് എങ്കിൽ അതിലൊക്കെ വലിയൊരു ഡെവലപ്പ് ഉണ്ടാകുന്ന സമയമാണ്. ഏതായാലും അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അപ്പോൾ നമുക്ക് 4ാമത്തെ നക്ഷത്രത്തെ നോക്കാം. അവർക്കും വലിയ ഭാഗ്യമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരുന്നു. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോകുന്നു. വലിയൊരു സാമ്പത്തിക വളർച്ച ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂയം നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഭൂമി വാങ്ങാൻ, വാഹനം വാങ്ങാൻ, വിദേശത്ത് പോകാൻ, നല്ല രീതിയിൽ പഠിച്ച് ജയിക്കാൻ, നല്ല കൂടിയ ഉയർന്ന ജോലി ലഭിക്കാൻ, ഇതൊക്കെ സാധ്യമാകുന്ന സമയം തന്നെയാണ്. അതായത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണിവർ. ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണിവർ. പക്ഷേ ഇവർക്കൊരു വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെങ്കിലും ഒറ്റയ്ക്ക് പോരാടി ജയിക്കാനുള്ള ഒരു യോഗം പൂയം നക്ഷത്ര ജാതകർക്കുണ്ട്. പൂയം ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും. പൂയത്തിൻ്റെ നല്ല നാളുകളാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റിവെച്ചേക്കൂ. രക്ഷപ്പെടും. ഇഷ്ടജനങ്ങളുടെ ഒരു വലിയ നേട്ടം, ഭാഗ്യം, ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് 2026. വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം വന്ന് അവരുടെ ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ചോതി നക്ഷത്ര ജാതകർ എത്തുന്നത്. തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. എല്ലാ രീതിയിലും നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ചോതി നക്ഷത്ര ജാതകർ ഇപ്പോൾ. ശരിയാണോ അല്ലയോ? ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരിക, പലയിടത്തും നാണം കെടേണ്ടി വരിക, പല ദുരവസ്ഥകളിലൂടെയും കടന്നു പോകുക, ധന ബുദ്ധിമുട്ട് വന്നു ചേരുക, അങ്ങനെയുള്ള പല പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി കഴിയുന്നവർ തന്നെയാണ് ചോതി നക്ഷത്ര ജാതകർ. എന്നാൽ സമയം തെളിയുകയാണ്. 2026 വരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ചോതിയുടെ നല്ല സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, രക്ഷപ്പെടുന്ന സമയമാണ്. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്നു. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല, അനിഴം നക്ഷത്രം തന്നെയാണ്. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു യോഗം ഇവർക്കുണ്ടാകും.
മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അനിഴ നക്ഷത്ര ജാതകർ മറ്റുള്ളവരോട് കുത്തുവാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഏതായാലും നല്ല ഒരു പൊസിഷനിൽ എത്താനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ ധനം ധാരാളം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തയിടത്തു നിന്നൊക്കെ ധനം ഇവർക്ക് ധാരാളം അനിഴ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ വടമാല ചാർത്താൻ കഴിയാത്തവർ ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലുക, കേൾക്കുക. അതൊക്കെ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും. അപ്പോൾ അടുത്ത നക്ഷത്ര ജാതകരെ അറിയാം. ഇവർ മറ്റാരുമല്ല, ഉത്രട്ടാതി നക്ഷത്ര ജാതകർ തന്നെയാണ്. ഈ നക്ഷത്ര ജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോവുകയാണ്. ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ്. വലിയ വലിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം, പുത്രഭാഗ്യം വന്നു ചേരാനുള്ള യോഗം വന്നു ചേരുന്നു. അതുപോലെ തന്നെ വീട് വയ്ക്കാൻ യോഗം വന്നു ചേരുന്നു. വീട്ടിൽ ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ച ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്നു. നിങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വീട്ടിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് നടക്കുന്നു. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ നിൽക്കുന്നവർ അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ ഒരു സെറ്റിൽമെൻ്റൊക്കെ കാണുന്നുണ്ട്. അവിടെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ അവിടെ PR കിട്ടാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ ചിരാതിൽ ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്നവർ വിളക്കിലായാലും ഒരു ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ കൊണ്ടുതരും. തീർച്ചയായും നല്ല ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. രാവിലെ സൂര്യ നമസ്കാരം നടത്തുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ കടം, ഭാരം, വലിയ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പഴയ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുക, പുതിയ സാധനങ്ങളൊക്കെ അവിടെ വെക്കുക. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഞാൻ ഈ പറഞ്ഞ 7 നക്ഷത്ര ജാതകർക്ക് വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള ഒരു യോഗമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് എഴുതുക. ഞാൻ നിങ്ങളുടെ വർഷഫലം നിങ്ങൾക്ക് അയച്ചു തരാം. അതിനു വേണ്ടിയിട്ട് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ഇനിയുള്ള കാലം ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഒരുപാട് ഉയർച്ചയിൽ, ഒരുപാട് ഭാഗ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രക്ഷപ്പെടുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.